നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ഒറ്റ രാത്രി കൊണ്ട് അനാഥരായി പോയവർ, ഒരു ജന്മം സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ഭവനം, അന്തിയുറങ്ങാനുള്ള കൂര നഷ്ടപ്പെട്ടു പോയവർ, അങ്ങനെ ജീവിതത്തിൽ ആരുമല്ലാതായി പോയവർക്ക് സർക്കാരിന്റെ കൈത്താങ്ങ്. വയനാട് കൽപ്പറ്റയിലെ ആ ടൗൺഷിപ്പ്, സർക്കാരിന്റെ നേതൃത്വത്തിൽ പണി നടക്കുന്ന ആ ടൗൺഷിപ്പ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അഴിമതി എത്രയൊക്കെ നടന്നു എന്ന് പറഞ്ഞാലും, ഏതൊക്കെ രീതിയിൽ അത് വെട്ടിത്തിന്നു എന്ന് പറഞ്ഞാലും, അവിടെ നടക്കുന്ന വീട് നിർമ്മാണം കുറ്റി ഉറപ്പുള്ളതാണ്, ഇനി അത് പൊളിഞ്ഞു വീഴാത്തതാണ്, നല്ല രീതിയിൽ തന്നെയാണ്. അതിന്റെ പ്ലാനിങ് അത് അടിപൊളിയാണ്, യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, 5 നയാ പൈസ പോലും ഈ സർക്കാർ അതിലേക്ക് വെച്ചിട്ടില്ല. സർക്കാരിന്റെ വകയായി. പിന്നെ ആ പണം എവിടെ നിന്ന് വന്നു? ഞാനും നിങ്ങളും അടങ്ങുന്ന കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കൈ അയച്ച് കണ്ണയച്ച് ഹൃദയപൂർവ്വം കൊടുത്തിട്ടുള്ള പണം ഏകദേശം 800 കോടി രൂപ, 750 മേലെ ഉണ്ട്, കോടി രൂപയുണ്ട്. ആ പണം വയനാടിലെ മക്കൾക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ചെലവഴിക്കണം, അതിന് മാത്രമേ ചെലവഴിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണിക്കൊടുത്ത ആ തുക എടുത്താണ് ഇവിടെ ചെയ്യുന്നത്. സർക്കാർ ചെയ്യുന്നു, സർക്കാരിന്റെ ഒരു കഴിവ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. ആരാന്റെ കുട്ടി എടുത്തു വെച്ചുകൊണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പണ്ട് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ഒരു കഥയുണ്ട് ഇല്ലേ, പാർവതി പെറ്റു എന്ന് പറഞ്ഞു. എന്ത് കേട്ട് കഴിഞ്ഞാലും അതും നമ്മൾ തന്നെ എന്ന് പറയുന്ന ഒരു എട്ടുകാലി മമ്മൂഞ്ഞുണ്ട്. അതിനിടയിലാണ് ഒരാൾ വന്ന് പറഞ്ഞത് പാർവതി പെറ്റു എന്ന്. അതും നമ്മൾ തന്നെ എന്ന് മമ്മൂഞ്ഞ് അടിച്ചുവിടുകയും ചെയ്തു. എന്താ സംഭവം? പാർവതി ഒരു ആനയായിരുന്നു. മനസ്സിലായില്ലേ? എന്നതുപോലെ ഇവിടെ കൽപ്പറ്റയിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടായി വരുന്നുണ്ട്. ശരി, ആ ടൗൺഷിപ്പ് കൊണ്ട് 1 രൂപയെങ്കിലും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ആ ടൗൺഷിപ്പിലേക്ക് വച്ചോ, അതോ ആ ടൗൺഷിപ്പിന്റെ പേരിൽ കോടികൾ, എത്ര കോടികൾ, 100 കണക്കിന് കോടികൾ, ഏതാണ്ട് 500 കോടി രൂപയോളം അടിച്ചു മാറ്റിയോ? ഏതാണ് വാസ്തവം? വയനാടിന്റെ പാവപ്പെട്ട ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് അവരുടെ കടബാധ്യതകൾ തീർത്ത്, അവരുടെ കച്ചവടത്തെ അഭിവൃദ്ധിപ്പെടുത്തി, അവരുടെ വീടുകൾ പുതുക്കിപ്പണിഞ്ഞ്, അവർക്ക് നഷ്ടപ്പെട്ടു പോയ വാഹനങ്ങൾ വാങ്ങി, അങ്ങനെ അവരുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും എല്ലാത്തിനും നാട്ടുകാർ സംഭരിച്ചു കൊടുത്ത, ഈ മലയാളികൾ സംഭരിച്ചു കൊടുത്ത പണം, ആ പണത്തിൽ നിന്ന് കേവലം 250 കോടി രൂപ മാത്രം ചെലവഴിച്ചുകൊണ്ട് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ട്, അതിൽ നിന്ന് 500 കോടി രൂപ കിട്ടിയതിൽ നിന്ന് ബാക്കി 500 കോടി രൂപയും അടിച്ചു മാറ്റിയിട്ട് കട്ടെടുത്തിട്ട് പുട്ടടിച്ചിട്ട് മോഷ്ടിച്ചിട്ടാണ് ഈ നിന്നുകൊണ്ട് പറയുന്നത് സർക്കാരിന്റെ നേട്ടമായിട്ട് ടൗൺഷിപ്പിനെ കുറിച്ച്. നാണമില്ല എന്നാ ചോദിക്കുന്നത്. 1 രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് സർക്കാർ വെച്ചിട്ടുള്ള, അതായത് ഞാൻ നിങ്ങളും കൊടുത്ത നികുതി പണത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള പണം എത്ര രൂപ വയനാടിന്റെ പദ്ധതിക്ക് വേണ്ടി വെച്ചു? ഇല്ല, 1 രൂപ പോലും വെച്ചിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ ആ പദ്ധതി ആരുടെ പദ്ധതിയാ? ജനങ്ങളുടെ പദ്ധതി. കേരളത്തിലെ ഇടതും വലതും മധ്യത്തിൽ നിൽക്കുന്നതുമായിട്ടുള്ള മുഴുവൻ ആൾക്കാരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൈ അയച്ചു കൊടുത്തിട്ടുള്ള, ഹൃദയപൂർവ്വം കൊടുത്തു വെച്ചിട്ടുള്ള ഓരോ നാണയത്തുട്ടുകളും ചേർന്നാണത്. അതിൽ CPM-കാരുണ്ട്, CPI-കാരുണ്ട്, BJP-കാരുണ്ട്, സംഘപരിവാരനുണ്ട്, RSS-കാരുണ്ട്, സുഡാപ്പിക്കാരനുണ്ട്, പോപ്പൽ ഫണ്ടുകാരുണ്ട്, കോൺഗ്രസ്സുകാരനുണ്ട്, മുസ്ലിംകാരനുണ്ട്, എല്ലാവരും ഉണ്ട് അതിനകത്ത്. ദുരന്തം വന്നപ്പോ ആരും മാറി നിന്നിട്ടില്ല. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൊടുത്തിട്ടുള്ള ആ നാണയത്തുട്ടുകളാണ് ഈ പറഞ്ഞ 750 കോടി രൂപ എന്ന് മനസ്സിലാക്കണം. അല്ലാതെ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ, അതല്ലെങ്കിൽ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ, അല്ലെങ്കിൽ ഈ സർക്കാരിലെ ഏതെങ്കിലും ഒരു മന്ത്രി എവിടെന്നെങ്കിലും കൊണ്ടുവന്നൊന്നും അല്ല. എല്ലാവർക്കും അതിൽ പങ്കാളിത്തമുണ്ട്. അതായത് 1 രൂപ പോലും ഈ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തിട്ടില്ല. എന്നിട്ടാണ് സർക്കാരിന്റെ പദ്ധതിയായിട്ട്, വയനാടിനെ സർക്കാർ എവിടെന്നോ എടുത്തു കൊടുത്ത പദ്ധതിയായിട്ട്, CPM-ന്റെ പദ്ധതിയായിട്ട് എടുത്ത് ഇങ്ങനെ പൊന്തിച്ചു വെച്ച് കാണിക്കുന്നത്. ഇതറിയാമായിരുന്നു മുസ്ലിം ലീഗിന് അടക്കമുള്ള കുറെ ആൾക്കാർക്ക്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് തന്റേതായിട്ടുള്ള ഫണ്ട്, കുറച്ച് ഫണ്ടുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വീട് നിർമ്മാണത്തിന് വേണ്ട, ദുരിതം തീർക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കുറച്ച് ഞങ്ങൾ തരാം, വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തോളാമെന്ന്. എന്നിട്ട് അതിനെ തടയിടാൻ പരമാവധി നോക്കി. ആ വീടിന് എത്ര രൂപ ചെലവുണ്ടെന്നൊന്ന് അന്വേഷിക്കണം. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ വീടിന് എത്ര ചെലവുണ്ട് എന്നൊന്ന് അന്വേഷിക്കണം. 3 റൂമുണ്ട് അതിന്. ബാക്കിയുള്ളതിന് 2 റൂം വെച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുത്ത വീടുകൾക്ക് 3 റൂമുണ്ട്. അതിന് ഫർണിച്ചർ അടക്കം അത് വാങ്ങി കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അതിന് രൂപ എത്ര ചെലവ് എന്നൊന്ന് അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്ന മുഴുവൻ വീടുകൾക്കും അതിന്റെ സ്ഥലവില അടക്കം എത്ര രൂപ ചെലവ് വരുമെന്ന് ചിന്തിക്കണം. അവിടെയാണ് കൊള്ളയാണ് എന്ന് മനസ്സിലാകുന്നത്. നമുക്ക് നേതൃത്വം കൊടുക്കാം, കാര്യം എല്ലാവർക്കും എല്ലാം കഴിഞ്ഞുള്ളതൊന്നുമില്ല. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും സംഘപരിവാർ ആയാലും ആരായാലും. നമുക്കറിയാലോ, അവിടെ ആ ദുരന്തം നടന്ന സമയത്ത് മുസ്ലിം ലീഗുകാരാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കിയത്. അതിനകത്ത് SDPI-കാർ വന്നിരുന്നു ഫുഡ് കഴിക്കാന്. അതുപോലെ മറ്റുള്ളവരെല്ലാരും വന്നിരുന്നു, BJP-കാരനും വന്നിരുന്നു, സേവാഭാരതിക്കാരനും വന്നിരുന്നു.
അവിടെ ആ ഭക്ഷണത്തിൽ ജാതിയും മതവും കൊടിയുടെ നിറവും ആരും നോക്കിയില്ല. കാര്യം ആ ദുരന്തം അവരുടെ എല്ലാവരുടെ ഹൃദയത്തിലേറ്റൊരു മുറിവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദുരന്തത്തിൽ നിന്ന് അവരെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടി ഈ പറയുന്ന സേവാഭാരതിയും ഈ പറയുന്ന SDPയും അതുപോലെ മറ്റുള്ളവരും മുസ്ലിം ലീഗും യൂത്ത് ലീഗും അടക്കമുള്ള മുഴുവൻ ആൾക്കാർ, കോൺഗ്രസും CPMഉം DYFI അടക്കമുള്ള മുഴുവൻ ആൾക്കാരും ഏക മനസ്സോടെ തന്നെയാണ് നിന്നത്, സംശയമൊന്നുമില്ല. അങ്ങനെ ഏക മനസ്സോടെ നിന്നത് കൊണ്ടാണ് ഈ 750 കോടിയിലധികം രൂപ വന്നത്, 800 കോടി രൂപ. ഇവിടെ സർക്കാർ എന്താ ചെയ്തത്? അത് ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഒരു കരാർ പോലും വാങ്ങാതെ നേരെ കൈക്ക് വെച്ചു കൊടുത്തിട്ട് 250 കോടി രൂപയുടെ പദ്ധതി മാത്രം നടപ്പിലാക്കിയിട്ട് 500 കോടി രൂപ മിണ്ടാതെ അടിച്ചു മാറ്റി പുട്ടടിച്ചിട്ട് ഒരു നാണോ മാനോ ഉളുപ്പില്ല എന്നോട് പറയണ സർക്കാരിന്റെ പദ്ധതി, ഇടതുപക്ഷ സർക്കാരിന്റെ, അതായത് വയനാട്ടിൽ ഇങ്ങനെ മുണ്ടക്കയിലും ചൂരൽമലയിലും വീട് നഷ്ടപ്പെട്ടു പോയ പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ തങ്ങൾ നടപ്പിലാക്കിയ ഒരു നൂതന പദ്ധതി ടൗൺഷിപ്പ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഒലക്കാണ്, ഒരു തേങ്ങയല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ മുസ്ലിം ലീഗ് അവിടെ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വീടിന്റെ തുകയും മറ്റു കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിച്ച തുകയും കൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ബാക്കി കോടികൾ എങ്ങോട്ട് ഏത് വായിലേക്ക് എങ്ങനെ പോയി എന്ന് പറ, എന്നിട്ട് നമുക്ക് അവകാശവാദം ഉന്നയിക്കാം. സംഗതി എന്തൊക്കെയായാലും ചൂരൽമലക്കാർക്ക് സന്തോഷമാണ്. കാരണം അവരെല്ലാം നഷ്ടപ്പെട്ടു പോയെടുത്ത് ഏതൊക്കെ രീതിയിലായാലും ആരൊക്കെ പുട്ടടിച്ചാലും എങ്ങനെ പുട്ടടിച്ചു കഴിഞ്ഞാലും ഒരു വീട് അവർക്ക് കിട്ടണമെങ്കിൽ വളരെ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. കാരണം ഒന്നുമില്ലല്ലോ, അവരെല്ലാം നശിച്ചു പോയില്ലേ, മുഴുവൻ നശിച്ചു പോയില്ലേ, ഒന്നും ഒരൊറ്റ രാത്രി കൊണ്ട് അനാഥരായി പോയില്ലേ, ഒരൊറ്റ രാത്രി കൊണ്ട് പൂർണ്ണമായും അനാഥരായി പോയിട്ടുണ്ട് അവിടെ. അപ്പൊ ആ ഇടയിൽ നിന്ന് ഒരു കൈത്താങ്ങ് അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിക്കൽ എന്ന വണ്ണം ഈ വീടും ഈ ടൗൺഷിപ്പും ഒക്കെ അവർക്ക് ഹൃദയപൂർവ്വം അവരെ ഏറ്റുവാങ്ങും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സർക്കാർ അതിനുവേണ്ടി ഒരു നേതൃത്വം കൊടുക്കുന്നതിന് അപ്രിഷിയേറ്റ് ചെയ്യുന്നു, നല്ലത്. കാര്യം ആരെങ്കിലും ഒക്കെ നേതൃത്വം കൊടുക്കാൻ ഇറങ്ങണ്ടേ? ഈ പറയുന്ന പാവങ്ങൾക്ക് ഇത് ഒരു ക്രോഡീകരണം നടത്താൻ ചിലപ്പോൾ സാധിച്ചുള്ളൊന്നില്ല. പക്ഷെ അതിൽ നിന്ന് കൈയിട്ട് വാരിയത് ചെറ്റത്തരമായി പോയി എന്നാണ് പറയുന്നത്. അതിനകത്ത് തികയാത്ത പണം എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് വെക്കുന്നതാണ് നമ്മൾ സാധാരണ കണ്ടുവരല്ലേ. ഇവിടെ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ദിയാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് രക്തപണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പണം പിരിച്ചത് എത്ര പിരിച്ചു എന്ന്, അതിൽ അവർക്ക് കൊടുത്തതിന് ശേഷം കുറച്ചു പണം ബാക്കിയുണ്ടായിരുന്നു. 1 രൂപ ആ കുടുംബം എടുത്തോ? 1 രൂപ കുടുംബം എടുത്തില്ല. ലക്ഷ്മിപ്രിയ അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒക്കെ അതുപോലെ കുടുങ്ങി നിൽക്കുന്ന ആർക്കും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ പണം വിനിയോഗിക്കണം എന്നതായിരുന്നു അവിടെ നിലപാട്. ഈ നിലപാടായിരുന്നു സർക്കാർ എടുക്കേണ്ടിയിരുന്നത്. 250 കോടി രൂപയ്ക്ക് വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ബാക്കി 500 കോടി രൂപ ഞങ്ങൾ അവിടെ വെച്ചിരിക്കുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി എടുത്ത് ചെലവഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് അഡ്വാൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിന്റെ കണക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നു. പക്ഷെ 750 കോടി രൂപയ്ക്ക് ഊരാളുങ്കലിന്റെ കരാറ് കൊടുത്തിട്ട് 250 കോടി രൂപയ്ക്ക് പണിയും തീർത്തിട്ട് ബാക്കി 500 കോടി രൂപ അടിച്ചു മാറ്റുമ്പോ അത് പറയാൻ പറ്റൂലല്ലോ, അല്ലേ? Different angles. Don't forget to subscribe and support this channel.